തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ NIA റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണങ്ങളുമായുള്ള താരതമ്യം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. റാണയുടെ സംഭാഷണങ്ങൾ തന്നെയെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാനാണ് നടപടി. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ NIA കടക്കാൻ പോവുകയാണ്. കാരണം റാണയുടെ ശബ്ദ സാമ്പിളുകളാണ് NIA ശേഖരിക്കാൻ ഇരിക്കുന്നത്. റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണങ്ങളുമായുള്ള താരതമ്യം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, റാണ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത്, കൊച്ചിയിലേക്ക് എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങളും NIA പരിശോധിച്ചു വരികയാണല്ലേ? തീർച്ചയായും ദേവിക, രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദേവിക സൂചിപ്പിച്ചതുപോലെ NIA അന്വേഷിക്കുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ഫോൺ കോളുകൾ സംബന്ധിച്ച്. അതായത് ക്രൈം നടന്നിട്ടുള്ള വിഷയമാണ് ഒന്ന്. അതായത് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആസൂത്രണങ്ങൾ നടത്തുകയും അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് ഫോൺ ചെയ്യുകയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പല വിവരങ്ങളും പല ഫോൺ കോളുകളും ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ കോളുകളിലെല്ലാം തന്നെ പല സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പല സംഭാഷണങ്ങളിൽ ഈ തഹാവൂർ റാണയെ രഹസ്യമായി പ്രയോഗിക്കുന്ന ചില കോഡുകളെല്ലാം തന്നെ ഉണ്ട്. അല്ലെങ്കിൽ തഹാവൂർ റാണയെ അഭിസംബോധന ചെയ്യുന്ന കോഡുകളുണ്ട്. അത്തരത്തിലുള്ള കോഡുകളെല്ലാം തന്നെ ഉപയോഗിച്ച് സംഭാഷണം നടത്തിയതുകൊണ്ട് തന്നെ വ്യക്തതയില്ല ആരാണ് പരസ്പരം സംസാരിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഈ പരസ്പരം സംസാരിച്ചത് ആരെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വിവിധ ഭാഷകളിലുള്ള റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുക, അദ്ദേഹത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നേരത്തെ ഇത്തരത്തിലുള്ള ഫോൺ കോളുകളിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആ ഫോൺ കോളുകളിലെ ശബ്ദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് ശബ്ദങ്ങളും സാമ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ശബ്ദം മറ്റൊരു വ്യക്തിയുടെ ശബ്ദവുമായി കൃത്യമായും വ്യത്യസ്തപ്പെട്ടിരിക്കും. അതാണ് ശാസ്ത്രീയമായ അടിത്തറ ഈ പരിശോധനയുടേത്. അത്തരത്തിൽ കൃത്യമായ ഒരു പരിശോധന നടത്തുമ്പോൾ തഹാവൂർ റാണ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളിയായതിന്റെ കൃത്യമായ തെളിവ് ലഭ്യമാക്കാനാകും. ഇത് ഫോറൻസിക് റിപ്പോർട്ടിന്റെ കൂടി പിന്തുണയോടെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് ശാസ്ത്രീയമായ തെളിവുകളായി അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനായി ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് തീർച്ചയായും ഈ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായി പല ഭാഷകളിൽ റെക്കോർഡ് ചെയ്യേണ്ട അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കെല്ലാം തന്നെ കോടതിയിൽ നിന്നും ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ നിന്നും അനുമതി മേടിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടിലെത്തി ആക്രമണം നടത്താൻ പറ്റിയ മറ്റൊരു പ്രദേശം, അതുപോലെ തന്നെ ഒരു പോർട്ട് സിറ്റി, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോർട്ടും അതുപോലെ തന്നെ കൊച്ചിൻ പോർട്ടും അറബിക്കടലിലെ സുപ്രധാനമായ മേജർ പോർട്ടുകളാണ്. ഈ മേജർ പോർട്ടുകളിൽ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള സാമ്പത്തിക വിനിമയം മുഴുവൻ സ്തംഭിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വൻതോതിൽ കപ്പലുകൾ എത്തുന്നതും അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ക്രൂഡ് ഓയിൽ, കൊച്ചിൻ റിഫൈനറിയിലേക്കൊക്കെ ക്രൂഡ് ഓയിൽ എത്തുന്നത് ഈ റൂട്ടിലാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ ക്രൂഡ് ഓയിൽ എത്തുന്ന മറൈൻ ഡ്രൈവിന്റെ സംവിധാനങ്ങളെല്ലാം ആക്രമിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ആക്രമണത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. അത്തരം ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിൻ പോർട്ട് സിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വരവുണ്ടായിട്ടുള്ളത് എന്നാണ് ഒരു സൂചന ലഭിച്ചിട്ടുള്ളത്. ഇത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ മൊഴികളിൽ ഇത്തരം ഒരു സൂചന ഉണ്ടായിരുന്നു എന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്ത ലോക്നാഥ് ബെഹ്റ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ NIA മേധാവിയായിരുന്ന കാലത്താണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ അതായത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അദ്ദേഹം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൊച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പലതരം ദക്ഷിണ നാവിക കമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പോർട്ട് സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വിമാനത്താവളമുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സംവിധാനങ്ങൾ ചേർന്ന ദക്ഷിണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട് കൂടിയാണ് കൊച്ചിൻ പോർട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷ്യം വെക്കുക എന്നൊരു നീക്കവും നേരത്തെ ഉണ്ടായിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ നേരത്തെ മുംബൈ സ്ഫോടനവുമായി സംഭവിച്ച കുറ്റകൃത്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന്റെ ഭാഗമായുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പരിശോധനയും അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് വേണ്ടി ശിക്ഷ വാങ്ങി നൽകുന്നതിനുള്ള വിശാലമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നതെങ്കിൽ ഗൂഢാലോചനയെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിലുള്ള അയാളുടെ വരവും, അതായത് റാണയുടെ വരവും അതുപോലെ തന്നെ റാണയുടെ ശബ്ദ സാമ്പിളുകൾ NIA ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണങ്ങളുമായുള്ള താരതമ്യം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാണയുടെ കൊച്ചിയിലെ സന്ദർശനം ഉൾപ്പെടെ NIA അന്വേഷിച്ച് വരികയാണ്. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ദുരൂഹത ഏറുകയാണ്. തഹാവൂർ ഹുസൈൻ റാണയെ NIA കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഭീകരവാദികൾ കൊച്ചി ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട്. ഭീകരാക്രമണത്തിന് മുമ്പ് റാണ കൊച്ചിയിലെത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് സന്ദർശനത്തിലെ ദുരൂഹതകൾ ബാക്കിയാകുന്നത്. തഹാവൂർ റാണ കൊച്ചിയിൽ തങ്ങിയത് 2008 നവംബർ 16, 17 തീയതികളിലായിരുന്നു. ഭാര്യ സംറാസ് അക്തറിനൊപ്പമായിരുന്നു സന്ദർശനങ്ങൾ. ഭീകരാക്രമണങ്ങളും ലഷ്കർ-ഇ-തൊയ്ബ പ്രവർത്തനം വ്യാപിപ്പിക്കലുമായിരുന്നു സന്ദർശനങ്ങളുടെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്.
ചോദ്യം ചെയ്യലിൽ കൊച്ചി സന്ദർശന വിവരങ്ങളും തേടുന്ന NIA തഹവൂർ റാണയെ കൊച്ചിയിലെത്തിച്ചും തെളിവെടുത്തേക്കും. കൊച്ചിയിൽ എവിടെയെല്ലാം സന്ദർശിച്ചിട്ടുണ്ടെന്നും ആരെല്ലാമായാണ് കൂടിക്കാഴ്ചകൾ നടന്നതെന്നും വ്യക്തമാകേണ്ടതുണ്ട്. ഭീകരവാദ രാജ്യവിരുദ്ധ ഗ്രൂപ്പുകൾ വേരൂന്നിയ കേരളത്തിൽ ലഷ്കർ-ഇ-തൊയ്ബ നിഴൽ സംഘടനകൾ ആരംഭിക്കുകയും ഇതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ലക്ഷ്യങ്ങളായിരുന്നോ എന്നും സംശയമുണ്ട്. 2008 നവംബർ 13 മുതൽ 21 വരെയുള്ള തീയതികളിൽ ഡൽഹി, അഹമ്മദാബാദ്, ആഗ്ര നഗരങ്ങളിലും റാണ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ മറ്റ് വൻ നഗരങ്ങളിൽ സ്ഫോടന ആസൂത്രണങ്ങൾ നടത്തിയിരുന്നോ എന്നതിലും വ്യക്തതയുണ്ടാകും. 18 ദിവസത്തെ NIA കസ്റ്റഡിയിലുള്ള തഹവൂർ റാണയെ ഡൽഹിയിൽ NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റും ലഷ്കർ-ഇ-തൊയ്ബയും അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകളെയെല്ലാം നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നുള്ള ഭീകരവാദി നേതാക്കളാണ്. അവിടെയാണ് തഹവൂർ റാണയുടെ കേരള സന്ദർശനവും കൊച്ചിയിൽ ആരെല്ലാമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന സംശയവുമെല്ലാം ദുരൂഹതകളായി ബാക്കിയാകുന്നത്. ഭീകരവാദ ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊച്ചി. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.